നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതോടെ തമിഴ്നാട്ടിൽ വമ്പിച്ച രാഷ്ട്രീയ ചതുരംഗത്തിനാണ് കളമൊരുങ്ങുന്നത്. DMK-യുടെ നേതൃത്വത്തിൽ മതേതര സഖ്യം സംസ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നതിനാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ NDA സഖ്യം വിട്ട AIADMK-യെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. പുറത്താക്കപ്പെട്ട AIADMK നേതാക്കളായ O. പനീർശെൽവം, TTV ദിനകരൻ എന്നിവരുൾപ്പെടെയുള്ളവർ BJP-യിലെ ഉന്നതരുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. AIADMK-യിൽ ഒരു പിളർപ്പുണ്ടാക്കി ഒരു പ്രബല വിഭാഗത്തെ ഒപ്പം കൂട്ടാനുള്ള സാധ്യത ഉരുത്തിരിയുന്നുണ്ടെങ്കിലും മുൻ മുഖ്യമന്ത്രിയായ എടപ്പാടി കെ പളനിസ്വാമിയുടെ കീഴിലുള്ള AIADMK തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടിയുടെ വാതിലുകൾ സാധ്യതയുള്ള സഖ്യകക്ഷികൾക്കായി തുറന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് AIADMK-യെ NDA-യിലേക്ക് തിരിച്ചെടുക്കാനുള്ള സന്നദ്ധതയുടെ സൂചനയാണ്. നിലവിൽ സംസ്ഥാന വ്യാപകമായി യാത്ര നടത്തുന്ന സംസ്ഥാന BJP അധ്യക്ഷൻ അണ്ണാമലയുടെ പേരിലാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായത്. അണ്ണാമലൈ BJP അധ്യക്ഷനായി തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് AIADMK ഷായ്ക്ക് മറുപടിയായി നൽകി. BJP അവരുടെ വാതിലുകൾ തുറന്നിരിക്കട്ടെ, ഞങ്ങളുടെ വാതിലുകൾ അടച്ചിരിക്കുന്നു എന്നും BJP-യുമായി വീണ്ടും ഒന്നിക്കുന്നതിനെക്കുറിച്ച് ആർക്കും ജിജ്ഞാസ ആവശ്യമില്ലെന്നും അത് അടഞ്ഞ അധ്യായമാണെന്നും എടപ്പാടി പളനിസ്വാമി അസന്നിഗ്ധമായി വ്യക്തമാക്കിയത് ഷായുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. BJP-യുമായി സഖ്യത്തിനില്ലെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിൽ AIADMK വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ NDA-യുടെ ഭാഗമല്ല, അതിനുശേഷവും ഞങ്ങൾ BJP-യോടാണ് സംസാരിക്കുന്നതെന്ന തുടർച്ചയായ പ്രചാരണം മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ അവരോട് ആവർത്തിച്ചു പറയട്ടെ, ഞങ്ങൾക്ക് BJP-യുമായി സഖ്യമില്ല. ഇനി BJP സഖ്യത്തെക്കുറിച്ച് ആരും ഞങ്ങളോട് ചോദിക്കേണ്ടതില്ലെന്നും എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. AIADMK അധ്യക്ഷൻ ഇങ്ങനെയൊക്കെ പരസ്യമായി പരാമർശം നടത്തിയെങ്കിലും ആ അധ്യായം ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടില്ലെന്നാണ് BJP-യിലെ ഉന്നത നേതാക്കൾ പറയുന്നത്. ഇതിനിടെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം JP നദ്ദ ചെന്നൈയിലെത്തിയപ്പോൾ വിമത നേതാവ് OPS-യുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ശ്രുതി പരന്നെങ്കിലും പളനിസ്വാമിയെ NDA-യിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും നശിപ്പിക്കാൻ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നില്ലെന്ന സൂചന നൽകി നദ്ദ OPS കൂടിക്കാഴ്ച ഒഴിവാക്കിയതും AIADMK-യെ കൂടുതൽ വെറുപ്പിക്കേണ്ട എന്ന ലക്ഷ്യത്തോടെയാണ്. സാധ്യതയില്ലെന്ന് തോന്നുന്നുവെങ്കിലും AIADMK-യെ തിരികെ കൊണ്ടുവരാൻ BJP-ക്ക് പുറമെ RSS-ഉം ശ്രമിക്കുന്നുണ്ട്. AIADMK സഖ്യത്തിനെതിരെ നിലകൊള്ളുന്ന ഏക BJP നേതാവാണ് അണ്ണാമലൈ. സംസ്ഥാനത്തൊട്ടാകെയുള്ള അണ്ണാമലയുടെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകി കർണാടകയിലേക്ക് അയച്ച് മുതിർന്ന നേതാവ് വാനതി ശ്രീനിവാസനെ തമിഴ്നാടിൻ്റെ പാർട്ടി ചുമതല ഏൽപ്പിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അണ്ണാമലയും OPS-ഉം TTV ദിനകരനും രംഗത്തിന് പുറത്തായാൽ അത് സഖ്യത്തിന് അവസരമൊരുക്കും എന്ന കാഴ്ചപ്പാടിലാണ് ഈ നീക്കം പുരോഗമിക്കുന്നത്. അതേസമയം ഈ ഫോർമുലയും സ്വീകാര്യമല്ലെന്നാണ് AIADMK നേതാക്കൾ പങ്കുവെക്കുന്നത്. NDA-യിൽ വീണ്ടും തിരിച്ചെത്തിയാൽ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന ഭയം അവർക്കുണ്ട്. ഉപാധികളില്ലാതെ NDA-യിലേക്ക് പോയാൽ മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും പാർട്ടികളുടെ അതേ ഗതിയാവും തങ്ങൾക്കുമെന്നാണ് അവർ കരുതുന്നത്. AIADMK-യാണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന് തെളിയിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PMK-യുമായും DMDK-യുമായും സഖ്യം കെട്ടിപ്പടുക്കുന്നതിലാണ് അവർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശക്തരായ OBC 1 ഇയർ സമുദായത്തിന്റെ പിന്തുണയുള്ള പാർട്ടിയും ദീർഘകാല NDA അംഗവുമായ PMK-യും സഖ്യം ഉപേക്ഷിച്ച് AIADMK-യുമായി കൈകോർക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. PMK-യും DMDK-യും ഉൾപ്പെടെ AIADMK സഖ്യം SDPI, പുരട്ചി ഭാരതം തുടങ്ങിയ ചെറുകിട സംഘടനകളെ മാത്രം ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തമിഴ്നാട് DMK മുന്നണി തൂത്തുവാരുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇത് ആത്മഹത്യാപരമാണെന്ന തോന്നൽ AIADMK-ക്ക് ഉണ്ടായാൽ വീണ്ടും ഉപാധികളോടെ NDA സഖ്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. നിലനിൽപ്പാണല്ലോ ഏത് ആദർശത്തെക്കാളും പ്രധാനം. ചുമരില്ലാതെ ചിത്രമെഴുതാൻ പറ്റില്ലല്ലോ.